കോടീശ്വരന്മാർ ഗവൺമെന്റ് കണ്ണുവെട്ടിച്ച് എങ്ങനെയാണ് മിനിറ്റുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ഉണ്ടാക്കുന്നത്? അത് നിങ്ങളുടെ കുടുംബ ബഡ്ജറ്റിനെ എങ്ങനെയാണ് തകർക്കുന്നത്? കള്ളപ്പണം എന്നാൽ വെറും ബെഡിനാണ് ഒളിപ്പിച്ചു വെക്കുന്ന നോട്ടുകളാണെന്ന് വിചാരിക്കരുത്. ഇതിന് പിന്നിലെ ഞെട്ടിക്കുന്ന കള്ളക്കളിയായിരുന്നു ഒരൊറ്റ മിനിറ്റിൽ ഇതിനെ നമുക്ക് ടാക്സ് എവേഷൻ മെട്രിക്സ് ആൻഡ് ഷെൽ കമ്പനി കാസ്കേഡ് ലോജിക് എന്ന് വിളിക്കാം. ലളിതമായി പറഞ്ഞാൽ നിയമപരമായ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം മറച്ചു വെച്ച് ടാക്സ് വെട്ടിക്കുന്നതോ അല്ലെങ്കിൽ കൈക്കൂലി കള്ളക്കടത്ത് തുടങ്ങിയ വഴിവിട്ട രീതിയിൽ ഉണ്ടാക്കുന്നതോ ആയ ഗവൺമെന്റിന്റെ കണക്കിൽപ്പെടാത്ത പണമാണ് കള്ളപ്പണം. ഇതെങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത്? പ്രധാനമായും 3 വഴികളിലൂടെയാണ്. ഒന്ന്, ട്രേഡ് ബേസ്ഡ് മണി ലോണ്ടറിംഗ്. വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ബില്ലുകളിൽ വലിയ തുക കാണിച്ച് പണം വിദേശത്തേക്ക് കടത്തുക. 2, കേമാൻ അലയൻസ് പോലുള്ള ടാക്സ് ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിൽ വ്യാജ പേരിൽ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി പണം അതിലേക്ക് മാറ്റുക. 3, യാതൊരു ബാങ്ക് രേഖകളും ഇല്ലാതെ വിശ്വാസത്തിന്റെ പുറത്ത് പണം കൈമാറുന്ന ഹവാല നെറ്റ്വർക്ക്. ഇതൊരു രാജ്യത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കള്ളപ്പണം കൂടുമ്പോൾ നാട്ടിലൊരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടാവും. ഈ പണം വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ഒഴുകുമ്പോൾ സാധാരണക്കാരന് 1 സെന്റ് ഭൂമി പോലും വാങ്ങാൻ പറ്റാത്ത രീതിയിൽ വില കൃത്രിമമായ അടിയന്തരമായി വർദ്ധിക്കും. ഇന്ത്യയിൽ നടക്കിയ തെഹൽക്കി സ്റ്റാമ്പ് പേപ്പർ തട്ടിപ്പ് അല്ലെങ്കിൽ വൻകിട ബാങ്ക് തട്ടിപ്പ് കേസുകൾ പരിശോധിച്ചാൽ അറിയാം, അവ രാജ്യത്തിന്റെ GDPയും വികസനത്തെയാണ് വർഷങ്ങൾ പിന്നോട്ട് വലിച്ചത്. ഈ അദൃശ്യമായ കള്ളപ്പണങ്ങളിലെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് കൃത്യമായി കണ്ടുപിടിക്കുന്നത്? ബിനാമി വെരിഫിക്കേഷൻ ആൻഡ് ഡാറ്റ അനലിസ്റ്റ് ഓഡിറ്റ് ഹാക്ക് മനസ്സിലാക്കി വെക്കൂ. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഏജൻസികൾ ഉപയോഗിക്കുന്ന അതിനൂതനമായ ഡാറ്റ അനലിസ്റ്റ് നെറ്റ്വർക്ക് സോഫ്റ്റ്വെയറുകളാണ്. ഒരു വ്യക്തി അടയ്ക്കുന്ന വരുമാന നികുതിയും അയാൾ വാങ്ങുന്ന ലക്ഷറി കാറുകളും ബെനാമി പേരിലുള്ള വസ്തുക്കളും വിദേശ യാത്രകളും എന്നിവയും തമ്മിൽ സോഫ്റ്റ്വെയർ വഴി മാച്ച് ചെയ്യാത്ത പക്ഷം അവർ പെട്ടെന്ന് തന്നെ പിടിയിലാകും. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു വസ്തു ഇടപാട് നടക്കുമ്പോൾ രജിസ്ട്രേഷൻ വാല്യൂവിന് പുറമെ വൻതോതിൽ പണം ക്യാഷായി വാങ്ങാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവിടെ കള്ളപ്പണത്തിന്റെ സാന്നിധ്യമുണ്ട്. നിയമപരമായ സാമ്പത്തികരോടെ ഇതിനെതിരെ ജാഗ്രത പാലിക്കുക. കള്ളപ്പണം എന്നാൽ വേറെ കറൻസി നോട്ടുകളല്ല, അത് നികുതി വെട്ടിക്കുന്ന ക്രിമിനൽ ബുദ്ധിയാണ്. അതാണ് ഫിനാൻസ് ലോജിക്. വിപണിയിലെയും സാമ്പത്തിക ലോകത്തെയും ഇത്തരം കണ്ണു തുറക്കുന്ന രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.